ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 6 ബൈബിൾ ക്വിസ്. ഗലീല കടലിന്റെ മറ്റൊരു പേര് എന്താണ്? തിബരിയാസ് കടൽ. പുരുഷാരം യേശുവിനെ അനുഗമിച്ചത് എന്തുകൊണ്ട്? യേശു രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട്. യേശു രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് എവിടേക്കാണ് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നത്? ഗലീല കടലിന്റെ അക്കരയ്ക്ക്. ഏതു പെരുന്നാളാണ് അപ്പോൾ അടുത്തിരുന്നത്? പെസഹ പെരുന്നാൾ. പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇവർക്ക് തിന്നാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ആരോട് ചോദിച്ചു? ഫിലിപ്പോസിനോട്. തന്റെ അടുക്കൽ വരുന്ന പുരുഷാരത്തിന് തിന്നാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് യേശു ഫിലിപ്പോസിനോട് ചോദിച്ചത് എന്തുകൊണ്ട്? ഫിലിപ്പോസിനെ പരീക്ഷിപ്പാൻ. യേശുവിനോട് ഫിലിപ്പോസ് എങ്ങനെയാണ് ഉത്തരം പറഞ്ഞത്? ഓരോരുത്തന് അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട് എന്ന് ഏത് ശിഷ്യനാണ് പറഞ്ഞത്? ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്. ശിഷ്യന്മാരോട് യേശു എന്തു ചെയ്യാനാണ് കൽപ്പിച്ചത്? ആളുകളെ ഇരുത്തുവീൻ എന്ന് കൽപ്പിച്ചു. ആളുകളെ ഇരുത്തുവീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തുണ്ടായിരുന്നു? വളരെ പുല്ലുണ്ടായിരുന്നു. അവിടെ എത്ര പുരുഷന്മാർ ഇരുന്നു? 5000-ഓളം. ഇരുന്നവർക്ക് അപ്പം പങ്കിട്ട് കൊടുക്കുന്നതിന് മുൻപ് യേശു എന്താണ് ചെയ്തത്? അപ്പം എടുത്തു വാഴ്ത്തി. പുരുഷാരത്തിന് തൃപ്തിയായതിനു ശേഷം യേശു ശിഷ്യന്മാരോട് എന്താണ് ചെയ്യാൻ നിർദ്ദേശിച്ചത്? ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പീൻ. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷണം അവർ ശേഖരിച്ച് എത്ര കുട്ട നിറച്ചെടുത്തു? 12 കുട്ട. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് യേശുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച അടയാളത്തിന് ശേഷം പുരുഷാരം എന്തു ചെയ്യാൻ ഭാവിക്കുന്നുവെന്ന് യേശു മനസ്സിലാക്കി. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു എവിടേക്കാണ് വാങ്ങിപ്പോയത്? തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യ ആയപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് ഇറങ്ങിയത്? കടൽപ്പുറത്തേക്ക് ഇറങ്ങി. കടൽപ്പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ശിഷ്യന്മാർ എന്തു ചെയ്തു? പടകു കയറി കടലക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. കൊടുങ്കാറ്റ് അടിക്കിയാൽ കടലിന് എന്ത് സംഭവിച്ചു? കടൽ കോപിച്ചു.
ശിഷ്യന്മാർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം എന്താണ് കണ്ടത്? യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു. യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? അവർ പേടിച്ചു. യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ച ശിഷ്യന്മാരോട് യേശു എന്താണ് പറഞ്ഞത്? ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ എന്താണ് സംഭവിച്ചത്? ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം എന്താണ് ഗ്രഹിച്ചത്? ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നെന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും. ആളുകൾ അപ്പം തിന്ന സ്ഥലത്തിനരികെ എവിടെ നിന്നും ചെറുപടകുകൾ എത്തിയിരുന്നു? തിബര്യാസിൽ നിന്ന്. അപ്പം നിന്ന സ്ഥലത്ത് യേശുവും ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ അവർ പടകു കയറി യേശുവിനെ തിരഞ്ഞ് എവിടെ എത്തി? കഫർന്നഹൂമിൽ എത്തി. കടലക്കരെ യേശുവിനെ കണ്ടെത്തിയപ്പോൾ പുരുഷാരം അവനോട് ചോദിച്ചതെന്ത്? റബ്ബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. പുരുഷാരം അടയാളം കണ്ടതുകൊണ്ടല്ല, എന്തുകൊണ്ടാണ് തന്നെ അന്വേഷിക്കുന്നത് എന്നാണ് യേശു പറഞ്ഞത്. അവർ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ. എന്തിനു വേണ്ടി പ്രവർത്തിക്കരുതെന്ന് യേശു ജനങ്ങളോട് ആഹ്വാനം ചെയ്തു? നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, എന്തിനു വേണ്ടി? നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കണമെന്ന് യേശു പറഞ്ഞു. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട്. നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം ആരാണ് അവർക്ക് നൽകുകയെന്നാണ് യേശു പറഞ്ഞത്? മനുഷ്യപുത്രൻ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പുരുഷാരം യേശുവിനോട് എന്താണ് ചോദിച്ചത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. പുരുഷാരത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്നാണ് യേശു പറഞ്ഞത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ അവർ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ അവർ വിശ്വസിക്കുന്നതത്രേ എന്ന് യേശു ഉത്തരം പറഞ്ഞപ്പോൾ പുരുഷാരം അവനോട് ചോദിച്ച 2 ചോദ്യങ്ങൾ ഏവ? ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യും? നീ എന്ത് പ്രവൃത്തി ചെയ്യും? വിശ്വസിക്കേണ്ടതിന് യേശുവിനോട് അടയാളം ആവശ്യപ്പെട്ടപ്പോൾ പുരുഷാരം പഴയ നിയമത്തിലെ ഏത് അത്ഭുതകരമായ അടയാളമാണ് ഉദ്ധരിച്ചത്? അവരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തത്. സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അവരുടെ പിതാക്കന്മാർക്ക് ആരാണ് കൊടുത്തതെന്ന് യേശു പറഞ്ഞു. തന്റെ പിതാവ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ അപ്പം എന്ത് കൊടുക്കുന്നതാകുന്നു എന്ന് യേശു പറഞ്ഞു. ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു. സ്വർഗത്തിൽ നിന്നുള്ള അപ്പത്തെക്കുറിച്ച് പുരുഷാരം യേശുവിനോട് എന്താണ് പറഞ്ഞത്?
കർത്താവെ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. അപ്പത്തിനായുള്ള അവരുടെ അപേക്ഷയ്ക്ക് മറുപടിയായി യേശു താൻ ആരാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. ജീവന്റെ അപ്പം ആകുന്ന തന്റെ അടുക്കൽ വരുന്നവർക്ക് എന്ത് സംഭവിക്കയില്ല എന്ന് യേശു പറഞ്ഞു. തന്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, തന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയുമില്ല. ആർ തന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. പുരുഷാരം. തന്റെ അടുക്കൽ ആരാണ് വരുന്നതെന്ന് യേശു പറഞ്ഞു. പിതാവ് തനിക്ക് തരുന്നത് ഒക്കെയും. തന്റെ അടുക്കൽ വരുന്നവനെ താൻ എന്തു ചെയ്യില്ലെന്ന് യേശു പറഞ്ഞു. തന്റെ അടുക്കൽ വരുന്നവനെ താൻ ഒരു നാളും തള്ളിക്കളകയില്ല. എന്തിനായിട്ട് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നുവെന്നാണ് യേശു പറഞ്ഞത്. തന്റെ ഇഷ്ടമല്ല, തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ. യേശുവിനെ അയച്ച പിതാവിന്റെ ഇഷ്ടം എന്താണ്? പിതാവ് തനിക്ക് തന്നതിൽ ഒന്നും താൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്തുണ്ടാകണമെന്നാകുന്നു യേശുവിനെ അയച്ചവന്റെ ഇഷ്ടം. നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു. യഹൂദന്മാർ യേശുവിനെ കുറിച്ച് പിറുപിറുത്തത് എന്തുകൊണ്ട്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ. ഇവൻ യോസഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെ എന്ന് ആരാണ് പറഞ്ഞത്? യഹൂദന്മാർ. യഹൂദന്മാരുടെ പിറുപിറുപ്പിന് മറുപടിയായി യേശു എന്താണ് പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. ആർ ആകർഷിച്ചിട്ടല്ലാതെ ആർക്ക് തന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. തന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ. തന്റെ അടുക്കൽ വരുന്നവനെ താൻ എന്തു ചെയ്യും? താൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന ഏത് ഉദ്ധരണിയാണ് യേശു ഉദ്ധരിക്കുന്നത്? എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകും. ആരാണ് തന്റെ അടുക്കൽ വരുന്നതെന്ന് യേശു പറഞ്ഞു? പിതാവിനോട് കേട്ടു പഠിച്ചവൻ എല്ലാം. ആര് മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ? ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ. ആർക്കാണ് നിത്യജീവൻ ഉള്ളത്? വിശ്വസിക്കുന്നവന്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ എന്ന് ആരാണ് പറഞ്ഞത്? യേശു. യേശു സ്വയം വിശേഷിപ്പിച്ചത് എങ്ങനെ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം തിന്നുന്നവന് എല്ലാം എന്ത് സംഭവിക്കും? എന്നേക്കും ജീവിക്കും. താൻ കൊടുപ്പാനിരിക്കുന്ന അപ്പം എന്താണെന്ന് യേശു പറയുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി താൻ കൊടുക്കുന്ന തന്റെ മാംസം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളിൽ എന്തില്ല? നിങ്ങളിൽ ജീവൻ ഇല്ല. അവന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് യേശു നൽകുന്ന വാഗ്ദാനം എന്താണ്? അവർക്ക് നിത്യജീവനുണ്ട്. അവസാന നാളിൽ അവൻ അവരെ ഉയർപ്പിക്കും. തന്റെ മാംസവും രക്തവും എന്താണെന്നാണ് യേശു പറയുന്നത്? തന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും തന്റെ രക്തം സാക്ഷാൽ പാനീയവും ആകുന്നു. തന്റെ മാംസം തിന്നുകയും തന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന്റെ ആത്മീയ ഫലം എന്താണ്? അവൻ യേശുവിലും യേശു അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഡാഷ് എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പവുമായി യേശു തന്നെ തന്നെ താരതമ്യം ചെയ്യുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം തിന്നുന്നവൻ എങ്ങനെ വ്യത്യസ്തനാണ്? എന്നേക്കും ജീവിക്കും. യേശു ഇക്കാര്യങ്ങൾ ഉപദേശിച്ചത് എവിടെ വെച്ചായിരുന്നു? കഫർന്നഹൂമിലെ പള്ളിയിൽ. ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞത് ആര്? യേശുവിന്റെ ശിഷ്യന്മാർ പലരും. ജീവിപ്പിക്കുന്നത് എന്താണെന്നാണ് യേശു പറഞ്ഞത്? ആത്മാവ്. താൻ അവരോട് സംസാരിച്ച വചനങ്ങൾ എന്താണെന്നാണ് യേശു പറഞ്ഞത്? ആത്മാവും ജീവനും. യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നതെന്ത്? വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവൻ എന്നും. പിതാവ് എന്ത് നൽകിയിട്ടല്ലാതെ ആർക്കും തന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. കൃപ. അവന്റെ കഠിനവാക്ക് കേട്ടതിനു ശേഷം അവന്റെ ശിഷ്യന്മാരിൽ പലരും എന്താണ് ചെയ്തത്? അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയപ്പോൾ യേശു പന്തിരുവരോട് ഒരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു അത്? നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ശീമോൻ പത്രോസ് യേശുവിനോട് എന്ത് യേശുവിന്റെ പക്കൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്? നിത്യജീവന്റെ വചനങ്ങൾ. പത്രോസിന്റെ അഭിപ്രായത്തിൽ യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ എന്ത് വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു? യേശു ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന്. 12 പേരെ താൻ തിരഞ്ഞെടുത്തുവെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും അവരിൽ ഒരുത്തൻ എന്താകുന്നു എന്നാണ് യേശു പറയുന്നത്? പിശാച്.
12 പേരെ താൻ തിരഞ്ഞെടുത്തുവെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും അവരിൽ ഒരുത്തൻ പിശാചാകുന്നു എന്ന് യേശു പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദ. 12 ഒരുത്തനെങ്കിലും യേശുവിനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആരായിരുന്നു? ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദ. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.